അത് നോക്കൂ, ഇന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. SIT തൊണ്ടി മുതൽ കണ്ടെത്തി, അതെന്തോ സർക്കാരിൻ്റെ വലിയ നേട്ടമായിട്ടാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഏതാ ഈ കൊള്ളക്കാരെ ആണ് ആഘോഷിക്കുന്നത്. കൊള്ള നടത്തിയത് ഇവരുടെ കാലത്താണല്ലോ. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഇപ്പോൾ സഖാവ് രവിശങ്കറും പറഞ്ഞത്. അതെല്ലാം മറന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് SIT ഈ തൊണ്ടി മുതൽ കണ്ടെത്തി. ഇനി തൊണ്ടി മുതലാണോ അല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തണം. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒന്നും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇടതുമുന്നണി CPM ഒന്നും തയ്യാറാകുന്നില്ല. അല്ല, ഇതിനകത്ത് ഈ ശ്രീ വാസവൻ മന്ത്രിക്കും അതുപോലെ CPMനും ആഹ്ലാദിക്കാൻ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻപാകെ കൊണ്ടുവന്നത് ഈ പറയുന്ന ദേവസ്വം ബോർഡോ CPMോ അല്ലെങ്കിൽ ഈ മന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഒന്നുമല്ല. ഒരു ഭക്തൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആകുലത റൈസ് ചെയ്തപ്പോൾ അപ്പോഴാണ് ഹൈക്കോടതി എൻ്റെ അറിവിൽ ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത്. ആ ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ആ ഇടപെടലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അന്വേഷണത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ചില അഴിമതികൾ, ചില ഇടപെടലുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്, ചില ദുരൂഹതകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോഴാണല്ലോ ചെമ്പ് എങ്ങനെയാണ്, സ്വർണം എങ്ങനെയാണ് ചെമ്പായിട്ട് എഴുതിയത് എന്നുള്ള ചോദ്യമൊക്കെ കോടതി തന്നെ ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണല്ലോ SITയോട് ഒരു SIT രൂപീകരിച്ച് അന്വേഷണം നടത്തണം എന്ന് കോടതി തന്നെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ കോടതി നിർദ്ദേശിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ജഡ്ജിയെ കൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി അതിനുശേഷം SIT രൂപീകരിച്ച് SITയുടെ ഭാഗമായിട്ട് ഈ അന്വേഷണം നടത്തുന്നതിൽ എവിടെയാണ് CPMനും ഈ പറയുന്ന ദേവസ്വം ബോർഡിനും CPMൻ്റെ മന്ത്രിക്കും ഇത്തരത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കഴിവാണ് അല്ലെങ്കിൽ തൻ്റെ ക്യാബിനറ്റിൻ്റെ കഴിവാണെന്ന് പറയാൻ എവിടെയാണ് ആശ്വസിക്കാനെങ്കിലും ഒരു വകയുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി CPMനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അതിനെ എടുത്ത് ആഘോഷമാക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. ഇതിനകത്ത് വളരെ കൃത്യമായി ഞാനൊരു കാര്യം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിശ്വാസികളെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ CPMൻ്റെ നേതാവ് ഒരു മറുചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ അവിശ്വാസികളെ വേണ്ട, നിങ്ങൾ ഈ കേരളത്തിനകത്ത് നിങ്ങളുടെ പാർട്ടിക്കകത്തെങ്കിലും ഒറ്റക്കെട്ടായി നിന്ന ഒരാളെ നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്തിയാൽ അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ദഹിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് OK വാസു മാസ്റ്റർ എന്ന് പറയുന്ന BJP-കാരനായ നേതാവ്, ഇന്നലെ വരെ നിങ്ങൾ വർഗീയവാദി എന്നും മറ്റും പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്ന ഒരാളെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായി അദ്ദേഹത്തിന് കൊടുക്കുന്ന പോസ്റ്റ് എന്താ? ആദ്യമായി അദ്ദേഹത്തിന് കൊടുക്കുന്ന പോസ്റ്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പദവിയാണ്. അതിനുശേഷം ഈ പറയുന്ന PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മലബാർ ദേവസ്വം ബോർഡ്, അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത്, ആ PS പ്രശാന്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട് ഒരു മാസം തികയും മുൻപ് CPMലേക്ക് ചേരുകയും CPMൻ്റെ ഭാഗമാവുകയും അദ്ദേഹം ഈ ദേവസ്വം ബോർഡ് പദവി കിട്ടിയതിന് ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറയുന്നത്, ഞാൻ CPMൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പർ സ്ഥാനം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ആ പാർട്ടിയിൽ, നിങ്ങളുടെ പാർട്ടിയിൽ ഒരു സ്ഥാനം കൊടുത്തോ, നിങ്ങൾ ഒരു MLA സീറ്റ് കൊടുത്തോ, അല്ലെങ്കിൽ ഒരു കൗൺസിലർ സീറ്റ് കൊടുത്തോ, മറ്റെന്തെങ്കിലും ഒരു സീറ്റ് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഗൗരവതരമായിട്ടുള്ള ഇതുപോലുള്ളൊരു ബോർഡ് കൊടുത്തിട്ട് ഇത്തരം സെക്യൂരിറ്റിയുടെ ഹൈ സെക്യൂരിറ്റി ഫോർമാറ്റിലുള്ള, അതുപോലെ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന, ലോക ശ്രദ്ധ നേടുന്ന ഒരു തീർത്ഥാടനാലയത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമുള്ള ഒരു ബോർഡ് പ്രസിഡന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം ശരിയാണ്, ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചാൽ അത് മനസ്സിലാക്കി അത് നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് വീട്ടിൽ പോയി ഹരേ രാമ പാടണമെങ്കിൽ ഞങ്ങളെല്ലാവരും, ഞാനടക്കമുള്ള വിശ്വാസി സമൂഹം അരിയാഹാരമായിരിക്കരുത് കഴിക്കുന്നത്. നിങ്ങളെപ്പോലെ ഈ പറയുന്ന AKG സെൻറ്ററിൽ നിന്ന് നൽകുന്ന ക്യാപ്സ്യൂളുകളായിരിക്കണം ഞങ്ങൾ 3 നേരം കഴിച്ചുകൊണ്ട് ഉറങ്ങേണ്ടി വരുന്നത്. അങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ദഹിക്കും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വന്നിരുന്നു CPMൻ്റെ നേതാവ് പറഞ്ഞല്ലോ, യാതൊരു തരത്തിലുള്ള അഴിമതി നടത്താത്ത വിശുദ്ധ പശുക്കളാണ് കേരളത്തിലെ CPMകാർ എന്ന് പറയുന്നത്. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ഒരു തരത്തിലുള്ള കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തില്ല. അതാ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജനം TV അടക്കമുള്ള ചാനലുകൾ പുറത്തു കൊണ്ടുവന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളുടെ ഒരു നീണ്ട ലിസ്റ്റ്. ഓഡിറ്റ് നടന്നിട്ട് എത്ര കാലമായി എന്നാണ് ചോദിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ. അതിന് മറുപടി ഉണ്ടോ CPMൻ്റെ പ്രതിനിധിക്ക്? നിങ്ങൾ ഈ ബോർഡുകളെ മുഴുവൻ നിങ്ങളുടെ കറവ പശുക്കളായി കണ്ടുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ അച്ചാരം വാങ്ങി മറ്റു പാർട്ടികളിൽ നിന്ന് മറ്റു പാർട്ടികളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ ഈ കറവ പശുക്കളായി കാണുന്ന ദേവസ്വം ബോർഡുകൾ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ ആസ്തി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നേരിട്ട് പണമായി ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് മോഷ്ടിപ്പിച്ച് അതിൻ്റെ കമ്മീഷൻ വാങ്ങുന്ന നാണം കെട്ട പണിയാണ് CPM ചെയ്യുന്നത്
പറയുന്നത് എന്ന് പറയാൻ ഒരു എളുപ്പമില്ല. ഞങ്ങൾക്ക് ഒരു മടിയുമില്ല അത് പറയുന്നതിൽ. കഴിഞ്ഞ 30 വർഷത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ വളരെ വിശുദ്ധ പശുവാണ് എന്ന്. CPM അത്തരത്തിൽ മടിയിൽ കനമില്ലെങ്കിൽ, വഴിയിൽ ഭയക്കേണ്ടതില്ലെങ്കിൽ, CPM തൻ്റെ ഇടമുണ്ടോ? ഈ പറയുന്ന നേതാവടക്കമുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ നേതാവായിട്ടുള്ള പിണറായി വിജയന് ധൈര്യമുണ്ടോ? ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് കഴിഞ്ഞ 30 വർഷത്തെ, നിങ്ങളുടെ 10 വർഷമല്ല പറയുന്നത്, കഴിഞ്ഞ 30 വർഷത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള തൻ്റെ ഇടം ഈ വന്നിരുന്ന് ചാനലിലിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ വായിൽ വരുന്നതെന്ത് കോതയ്ക്ക് പാട്ട് പോലെ പാടുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നേതാവടക്കം നിങ്ങളുടെ പാർട്ടിക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങളൊരു 30 വർഷത്തെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ തൻ്റെ ഇടപെട്. അങ്ങനെ നിങ്ങൾക്ക് തൻ്റെ ഇടമില്ലെങ്കിൽ, അതിന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കഴിവുമില്ലെങ്കിൽ, നിങ്ങൾ ഈ നാട്ടിലെ സാധാരണപ്പെട്ട വിശ്വാസികളോട് മാപ്പ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് എന്താ കേട്ടോ മര്യാദയ്ക്ക് സംസാരിക്കണം. താങ്കൾ വിശ്വാസികളുടെ പണമെടുത്ത് പുട്ടടിച്ചിട്ട്, വിശ്വാസികളുടെ പണമെടുത്ത് നിങ്ങളുടെയൊക്കെ അല്ലല്ല, താങ്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ഒരു രാത്രി വെളുത്തപ്പോ എങ്ങനെയാണ് ഇത്തരത്തിൽ നിധി കുംഭങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നത്? നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിനു ശേഷം മണിമാളികകൾ കെട്ടിപ്പൊക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചല്ലോ, നിങ്ങളുടെ ഈ പറയുന്ന PS പ്രസിഡന്റുമാരുടെ വീടുകൾ ഈ ദേവസ്വം കെട്ടിപ്പൊക്കിയതെന്ന് നന്ദു ഒരു നിമിഷം. യെസ് രവിശങ്കർ പറയാം. രവിശങ്കർ പറയാം. അല്ല സാറോട് ഒരു കാര്യം, നമ്പ്യാർ സാറിന്റെ അതിഥിയാണ് ഞങ്ങൾ. നമ്പ്യാർ സാറിന്റെ ചാനലിലെ അതിഥിയാണ് ഞങ്ങൾ. ഇത്തരം മോശപ്പെട്ട വർത്തമാനം നേതാവാണ് ഈ പണം സമ്പാദിച്ചത് അദ്ദേഹം പറയണം. 2 പറഞ്ഞിട്ടുണ്ട്. CPM കാരെല്ലാം നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയിട്ടുള്ളവരാണ്, നിങ്ങൾ കറവപ്പശുക്കളാക്കി എന്ന് ഞങ്ങൾ പറയും. പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസി സമൂഹത്തിന്റെ വക്താക്കളായിട്ട് തന്നെ ഒരു നിമിഷം. പറയട്ടെ. നിങ്ങളാണ് കള്ളന്മാർ. സൗജന്യം ചെയ്തു കൊടുത്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM, ദേവസ്വം ബോർഡ് മെമ്പർമാർ CPM, പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി CPM, ദേവസ്വം വകുപ്പ് മന്ത്രി CPM. അങ്ങനെ നിങ്ങൾ CPM നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണം കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ മാത്രമാണെന്ന് നിങ്ങളൊന്ന് പിടിച്ചു നോക്കാം. നിങ്ങളുടെ CBI ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് മടിയിൽ ദേവസ്വം ബോർഡിന്റെ ഞാൻ ചോദിക്കാം. രവിശങ്കർ BJP വക്താവ് താങ്കളോട് ചോദിച്ചത് അതായത് കഴിഞ്ഞ 30 വർഷത്തെ ദേവസ്വം ബോർഡിൻ്റെ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല കേരളത്തിലെ മറ്റെല്ലാ ദേവസ്വം ബോർഡുകളുടെയും സാമ്പത്തിക ഇടപാടുകളെ പറ്റിയൊരു സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാണോ? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ വെച്ച് വിശദമായ ഒരു പരിശോധനയ്ക്ക് ഓഡിറ്റിങ്ങിന് ഇത് വിധേയമാക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചു. ഒരാളും മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. ദേവസ്വം മന്ത്രി മറുപടി പറയുന്നില്ല. തയ്യാറാണോ? നിങ്ങളുടെ മടിയിൽ കനവില്ലെങ്കിൽ എന്തിനാണ് ഭയക്കുന്നത്? ശ്രീ രവിശങ്കർ, ഇപ്പൊ താങ്കളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടില്ല. താങ്കൾ ഒരു കൊള്ളക്കാരനാണോ കള്ളനാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പേഴ്സണലായിട്ട് എടുക്കരുത് വിമർശനങ്ങൾ. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയിലെ ചിലരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ. ഒറ്റയ്ക്ക് സംസാരിക്കാതെ യെസ് ആര്
അങ്ങയുടെ സംഘടനയെ തെറ്റ് ചെയ്തിട്ടില്ലേ? എന്റെ അങ്ങയുടെ സംഘടനയെ തെറ്റ് ചെയ്തിട്ടില്ലേ? ഏതാ എന്റെ സംഘടന? ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനയിൽ തെറ്റ് ചെയ്യാത്ത വരുന്നുണ്ട്. ഞാൻ ഒരു പാർട്ടിയിലും അംഗമല്ല. അങ്ങയുടെ സംഘടന BJP RSS അല്ലേ? ഞാനൊരു പാർട്ടിയിലും അംഗമല്ല. ഞാനൊരു പാർട്ടിയിലും അംഗമല്ല. ശരി, സമ്മതിച്ചു. ഞാൻ അങ്ങനെ സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നു. ഞാൻ പറയാൻ മറുപടി. ഓക്കെ, കണ്ടിന്യൂ. ഞാനൊന്ന് പറയട്ടെ. ഒന്നുകിൽ എന്നെ പറയാൻ അനുവദിക്കണം. എന്നെ പറയാൻ അനുവദിക്കണം. പറയൂ. എന്റെ ചർച്ചക്കിടയ്ക്ക് അങ്ങനെ ഇടപെടരുത്. രണ്ട്, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയനായ BJPയുടെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് പൂർണ്ണമായി വിയോജിപ്പാണുള്ളത്. രണ്ട്, ഈ പറയപ്പെടുന്ന 30 കൊല്ലത്തെ അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പരാതി കോടതി കൊടുത്തിട്ട് അന്വേഷണത്തിനുള്ള അനുമതി വാങ്ങിക്ക്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ? ശബരിമലയുമായി ബന്ധപ്പെട്ട നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറായ ഒരു ജഡ്ജി അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടിന്റെ ഇത് പറയാൻ സമ്മതിക്കപ്പാ. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് ഞാനൊന്നും പറയുന്നില്ലല്ലോ. പറയൂ. അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടന്നത്. നിങ്ങൾ അത് പറഞ്ഞല്ലോ അയ്യപ്പ സംഗമത്തെ കുറിച്ച്. അയ്യപ്പ സംഗമത്തിന് ഒരാഴ്ച മുമ്പ് അല്ലെ 1.5 ആഴ്ച മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ആൾരൂപം വരികയാണ്. അദ്ദേഹം ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ശബരിമലയിലെ പീഠം കാണാനില്ല. ആ പീഠം അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ നല്ലേ കണ്ടെടുത്തത്, അല്ലാതെ പിണറായി വിജയന്റെ വീട്ടിൽ നല്ലല്ലോ, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ വീട്ടിൽ നല്ലല്ലോ, അയാളുടെ പെങ്ങളുടെ വീട്ടിൽ നല്ലേ കണ്ടെടുത്തത്. ഇപ്പൊ സ്വർണം ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയുടെ കയ്യിൽ നിന്നല്ലേ കണ്ടെടുത്തത്, അതല്ലാതെ പിണറായി വിജയന്റെ വീട്ടിൽ നല്ലല്ലോ. അപ്പൊ ഇത്തരം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും അധിക്ഷേപിക്കാൻ വേണ്ടി ഇത്തരം ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രചരണം കേരളത്തിൽ വിലപ്പോകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ അവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യത്തെ അവിശ്വാസികളിലും വിശ്വാസികളെ എല്ലാം ചേർത്ത് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് എന്റെ പാർട്ടി. അതിൽ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അവർ മാർക്സിന്റെ നാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ? അപ്പൊ അവർ ദൈവവിശ്വാസികളായ ആളുകളാണ്. പിന്നെ OK വാസുവിനെ കുറിച്ച് പറഞ്ഞു. OK വാസു ആ പാർട്ടി വിട്ടുകൊണ്ട് ഈ പാർട്ടിയിൽ വന്ന് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോകാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹം മുമ്പ് ചെയ്തിരുന്ന തെറ്റായ പ്രവൃത്തികൾ എല്ലാം മനസ്സിലാക്കി തിരുത്തി വന്നപ്പോ ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചതാണ്. PS പ്രസാദിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ ചോദിച്ചോട്ടെ, സുരേഷ് ഗോപി അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നില്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ MP അല്ലേ? ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ എത്രയോ മന്ത്രിമാർ കേന്ദ്രത്തിലിരിക്കുന്നു. മുൻപ് കോൺഗ്രസ് ആയിരുന്ന ആളുകളല്ലേ? അവിടെയൊന്നും പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അത് വലിയ പിശക്. ഒരു ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഒരു മിനിറ്റ് അല്ല ഒരു 30 സെക്കൻഡ് നീ വഴങ്ങുമെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ചേർത്ത് മറുപടി പറയാം. അല്ല, ഞാൻ ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധിയോട് ചോദിച്ചു. താങ്കൾ വളരെ നിഷ്കളങ്കരേണ പറഞ്ഞു പോവുകയാണ്. ഇവിടെ CPM യാതൊന്നും ചെയ്തിട്ടില്ല. കേരളത്തിലെ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ഹൈന്ദവരുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണോ? നിങ്ങൾ ഹൈന്ദവരുടെ മൊത്തം ഉത്തരവാദിത്വം BJPക്കും RSSനും ആണോ ഉള്ളത്? ഉണ്ടെന്നേ. ഹൈന്ദവരായ ആളുകൾ മറ്റെല്ലാ പാർട്ടികളിലും ഉണ്ട്. എല്ലാ പാർട്ടികളിലും ഉണ്ട് ഹൈന്ദവർ. ആയിക്കോട്ടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനവിഭാഗം ഹൈന്ദവരാണെന്നേ. ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോ ചോദിക്കാത്ത ഹൈന്ദവനെക്കാളും ചോദിച്ച ഹൈന്ദവരുടെ കൂടെയാണെന്നേ ഞങ്ങള്. അവരുടെ ജാതി വ്യത്യാസം ഇല്ലാതാക്കാനുള്ള ശ്രമം. അവരുടെ ഇടയിലെ ജാതി വ്യത്യാസം ഒന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അല്ല, ഭഗവാൻ ഗണപതി മിത്താണെന്ന് പറഞ്ഞ AN ഷംസി എന്ന് സംരക്ഷിച്ച പാർട്ടിയുടെ കൂടെ അല്ലെന്നേ. ഭഗവാൻ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ആളിനോട് കൃത്യമായ പ്രതിഷേധം വിരൽ ചൂണ്ടി പറഞ്ഞ പാർട്ടിയാണെന്നേ. പ്രസിഡന്റ് ഇവിടെ വന്ന് ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. പക്ഷേ അങ്ങ് BJPയുടെ ബഹുമാന അങ്ങ് മറുപടി പറ. BJPയുടെ പ്രതിനിധിയോടാണ്, നൻപർ സാറിനോടല്ല. ഇന്നലെ ആദരണീയ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇവിടെ വന്ന് രാജ്ഭവനിൽ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തു. KR നാരായണൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ പ്രതിമ. അതുപോലെയുള്ള ജനവിഭാഗത്തിൽ ജനിച്ച ഒരാൾ, വലിയ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മേഖലയിൽ വലിയ തിളങ്ങി നിന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായ മനുഷ്യൻ, എങ്ങനെ ആ മനുഷ്യന് ആ സ്ഥാനത്തെത്താൻ കഴിഞ്ഞു നിങ്ങൾ ആലോചിക്കണം.
957 CPM ആണോ അവസരം ഒരുക്കി കൊടുത്തത്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യമാക്കിയതുകൊണ്ടാണ്. CPM ആണോ അതെ, പിന്നെ KR നാരായണനാക്കിയത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരും IAS ഒന്ന് പറയട്ടെ സാർ, ഞാൻ പറയട്ടെ സാർ. രണ്ട്, നിങ്ങളിപ്പോ കുംഭമേള നടത്തിയല്ലോ, അല്ല, ഇതിന് മറുപടി പറയണം. എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ. ആ പെൺകുട്ടി അത് പറയട്ടെ സാർ, ആ പെൺകുട്ടിയെ ഇവിടെ ചോദിച്ചപ്പോ അവൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ യോഗി ആദിത്യനാഥും കല്യാൺ സിംഗ് മുതൽ യോഗി ആദിത്യനാഥ് വരെ ഭരിക്കുന്ന ആ UP-യിലെ ഒരു ഗ്രാമത്തിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ 100% സാധ്യതയുണ്ട് സാർ. ഈ പാർട്ടിയുടെ ഭരിച്ചതുകൊണ്ടാ. താങ്കൾ ഇപ്പോഴും ദേശാഭിമാനി തന്നെയാണ് വായിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്തത് എന്തേ മോളോ നിസായ്ക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല? ദേശാഭിമാനിയാണ് നമുക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഊന്നി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ദയവേത് കാട് കയറി സംസാരിക്കാതെ പ്ലീസ്. താങ്കൾ എന്തിനാണ് ഈ വഴിതിരിച്ചു വിടുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിൽക്കണം. ആ വിഷയത്തിൽ തന്നെ അധികരിച്ച് മാത്രം ചർച്ച ചെയ്യാം പ്ലീസ്. അല്ല, BJP-യുടെ ബഹുമാന്യനായ പ്രതിനിധി, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല വ്യക്തിപരമായി, എന്നെ അദ്ദേഹം അറിയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മോശപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. മോഷിച്ചെങ്കിൽ കണ്ടുപിടിക്കുക, പിടിച്ചോണ്ട് പോയി കയ്യാമം വെച്ചോണ്ട് പോകണം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, വിശ്വാസമുണ്ട്. നമ്പ്യാർ സാർ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഒരു വാചകം കേൾക്കണം, ഒരു വാചകം കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. മന്നത്ത് പത്മനാഭൻ മുതൽ ഇപ്പൊ PS പ്രശാന്ത് വരെയുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. അതിൽ അവിടെ രേഖപ്പെടുത്തിയ ഏക പേര് ചന്ദ്രാനന്ദൻ സഖാവിന്റെ പേരാ. നിരീശ്വരവാദി എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ചന്ദ്രാനന്ദൻ സഖാവിന്റെ പേര്. ഒരു റോഡല്ലേ, ഒരു റോഡിന് പേര് കൊടുത്തു. ആളുകൾ കുറ്റവറ്റ രീതിയിൽ അവിടെ ഭരിച്ചിട്ടുണ്ട്. അത് ശരിയാ, ചന്ദ്രാനന്ദൻ അവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചു, അപഹരിച്ചു, അടിച്ചോണ്ട് പോയി ആരും പറയുന്നില്ലല്ലോ. ഒരു നാണയത്തൊട്ട് എടുത്തിട്ടില്ല. ഇവിടെ 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇരുന്ന A. പത്മകുമാർ, അദ്ദേഹം CPM-ന്റെ നേതാവാണ്, അദ്ദേഹം MLA ആയിരുന്നു, MLA ആയിരുന്നു. യെസ്, അദ്ദേഹം ഭരിച്ച കാലത്തല്ലേ സാർ ഇത് നടന്നത്? അപ്പൊ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ? താങ്കൾ അതിനെ ഈ ചന്ദ്രാനന്ദനിലേക്കൊക്കെ പോകുന്നത്? മന്നത്ത് പത്മനാഭനിലേക്ക് പോകേണ്ട കാര്യം എന്താ? നമുക്ക് പത്മകുമാറിലും അതുപോലെ N. വാസുവിലും നിന്നുകൊണ്ട് സംസാരിക്കാം. താങ്കൾ എന്തിനാ ഈ കാലയളവ് സംസാരിക്കുന്നത്? നമുക്ക് ഈ കാലയളവ് നോക്കാം. നമുക്ക് 2018 തൊട്ട് 2024 വരെയുള്ള കാലയളവ് പരിശോധിക്കാം. എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയനായ തിരുവിതാംകൂറിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ എനിക്ക് മുമ്പ് സംസാരിച്ചല്ലോ. ആ ഡെപ്യൂട്ടി കമ്മീഷണർ ഇതൊന്നും കണ്ടില്ലായിരുന്നോ? ശബരിമലയിലായാലും മറ്റമ്പലങ്ങളിലായാലും മോഷണം നടന്നത് അദ്ദേഹം കണ്ടില്ലായിരുന്നു, കണ്ണടച്ചിരിക്കുമായിരുന്നോ? അപ്പൊ അദ്ദേഹം അന്ന് പറയാഞ്ഞത് ഇപ്പൊ പെൻഷൻ പറ്റിയപ്പോഴാണ് പറഞ്ഞത്. അല്ല, അതിനൊരു മറുപടി അദ്ദേഹം പറയും. രവിശങ്കർ, യെസ്, ആ ചോദ്യത്തിന് മറുപടി പറയും അദ്ദേഹം. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയും.